ആദ്യത്തെ ചുവട് മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് ഒരു ചുവട് പിന്നോട്ട് വെക്കുന്ന പതിവ് പലയിടത്തും നമ്മൾ കാണാറുണ്ട്. കളരി അഭ്യാസികൾ, അമ്പെയ്ത്തുകാർ, തുഴയെറിയുന്നവർ തുടങ്ങി പലരും. മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് ശക്തി സംഭരിക്കലാണ് സത്യത്തിൽ അത്. ഒരായമെടുക്കൽ. ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ആയമെടുക്കലാണ് നോമ്പിൻ്റെ അനുഗ്രഹീതമായ നാളുകൾ. ഒരാളുടെ പ്രവൃത്തിയുടെ ജയപരാജയങ്ങളെക്കാൾ അയാളുടെ അധ്വാനത്തെ ആദരിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അമ്മ ഉണ്ടാക്കിയ ആഹാരത്തിന് രുചിയില്ലെങ്കിലും ഉണ്ടെങ്കിലും അമ്മയുടെ അധ്വാനം കാണാതെ പോകരുത്. ഒരാളുടെ പ്രസംഗം നന്നായോ ഇല്ലയോ എന്നല്ല, അതിനുവേണ്ടി അയാൾ അധ്വാനിച്ചോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ തുകൽ പാത്രത്തിൽ ശിഷ്യൻ കൊണ്ടുവന്ന വെള്ളം കുടിച്ചിട്ട് ഗുരു നല്ലതെന്ന് പറഞ്ഞു. സത്യത്തിൽ ആ വെള്ളം വായിൽ വെക്കാൻ കൊള്ളാത്തതായിരുന്നു. എന്നിട്ടും എന്തേ അങ്ങത് നല്ലതെന്ന് പറഞ്ഞ മറ്റൊരു ശിഷ്യനോട് പറഞ്ഞു? അവൻ്റെ അധ്വാനത്തെ കാണാതെ പോകുന്നത് നല്ലതല്ലല്ലോ. ഒരിക്കൽ ഒരാശ്രമത്തിന് അർദ്ധരാത്രിയിൽ തീപിടിച്ചു. അപ്പോൾ അവിടെ ഉറങ്ങിക്കിടന്ന ആശ്രമവാസികൾ എല്ലാവരും എഴുന്നേറ്റ് തീ അണയ്ക്കാൻ ആവുന്നതൊക്കെ ചെയ്യുകയാണ്. അത് കണ്ട ആശ്രമാധിപൻ പൊട്ടിച്ചിരിച്ച് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, അങ്ങ് എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്ര നാളായി നിങ്ങൾ ഇത്ര ഉത്സാഹത്തോടെ ഒരു പണി ചെയ്യുന്നത് കണ്ടിട്ട്? ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മയുണ്ടോ? നിസ്സംഗത നമ്മളെ പിടികൂടുന്നുണ്ടോ? ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ നിസ്സംഗതയോടെ ആയിത്തീരാതെ താല്പര്യത്തോടെ തന്നെ ആയിരിക്കുമ്പോഴാണ് അനുഗ്രഹമായിത്തീരുക. ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2024 വർഷത്തെ വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്ന പദമാണ്. ഒരു വ്യക്തിയുടെ മാനസികമോ ബൗദ്ധികമോ ആയ അവസ്ഥയിലുള്ള അപജയം, പ്രത്യേകിച്ച് നിസ്സാരമോ വെല്ലുവിളികളില്ലാത്തതോ ആയി കണക്കാക്കപ്പെടുന്ന വസ്തുക്കളുടെ ഇപ്പോൾ ഓൺലൈൻ ഉള്ളടക്കം ഉൾപ്പെടെയുള്ള അമിതമായ ഉപഭോഗത്തിൻ്റെ ഫലമായി സംഭവിച്ച സംഗതിയായി കരുതുന്നു. നിസ്സാരവും നിലവാരം കുറഞ്ഞതുമായ ഉള്ളടക്കമുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും മാനസികവും ബൗദ്ധികവുമായി ഉണ്ടാകുന്ന നിലവാര തകർച്ചയാണ് ബ്രെയിൻ റോട്ട് സൂചിപ്പിക്കുന്നത്. നോമ്പ് കനിവുള്ളതും കാമ്പുള്ളതും കഴമ്പുള്ളതുമായ കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്താൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്സംഗതയെ വിട്ടൊഴിഞ്ഞ് ജീവിതത്തിൽ കാമ്പുള്ള, കഴമ്പുള്ള, കരുത്തുള്ള കാര്യങ്ങളുടെ പിന്നാലെ കടന്നു പോകാൻ ഇടയാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.